നാൽക്കാലികൾക്ക് മൃഗങ്ങൾക്ക് നന്മ ചെയ്തതിന് പകരം പ്രതിഫലം കിട്ടുമോ? അള്ളാന്റെ റസൂല് പറയുകയാണ്, ഏത് കരളുള്ള ഏത് വസ്തുവിന് നിങ്ങൾ നന്മ ചെയ്താലും നിങ്ങൾക്ക് അതിന് പകരം പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രവാചകൻ പറഞ്ഞു കൊടുത്ത കഥ ഇതാണ്. അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കണം, എല്ലാവരോടും നിങ്ങൾ കരുണ കാണിക്കണം. എന്നിട്ട് പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ബൈനമാ റജുലുൻ യംശി ബിത്വരീഖ് വജദ ഹുസ്ന ശൗഖി ഫഅഖദു ഫസകറല്ലാഹു ലഹു ഫഗഫറ ലഹു. സ്വർഗ്ഗത്തെ കുറിച്ച് പറയുമ്പോ, സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോ, നിസ്കരിക്കാത്തതിന്റെ പേരിലല്ല, ഖുർആൻ ഓതാത്തതിന്റെ പേരിലല്ല, സദഖയും സകാത്തും കൊടുക്കാത്തതിന്റെ പേരിലല്ല, റമദാനിൽ നോമ്പ് പിടിക്കാത്തതിന്റെ പേരിലല്ല. പടച്ചവനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന പെണ്ണായിരുന്നു, ഒരുപാട് നന്മകൾ ചെയ്യുന്ന പെണ്ണായിരുന്നു. പക്ഷേ തന്റെ വീട്ടിലൊരു പൂച്ചയെ കെട്ടിക്കെട്ടു ഭക്ഷണം കൊടുക്കാതെ അതിനെ പട്ടിണിക്കിട്ടതിന്റെ പേരില് അല്ലാഹു ആ പെണ്ണിന് നരകം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെ പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബാ, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ബൈന റജുലിൻ ബിത്വരീഖ് ഇസ്തദ്ദ അലൈഹിൽ അത്ശു. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന മരുഭൂമിയിലൂടെ നടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരന് വിശന്നു വലഞ്ഞ് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ തൊണ്ട മുഴുവനും വറ്റി വരണ്ട കൊണ്ട് അതാ നടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ. ഒരു കിണർ കാണുമ്പോ പടച്ചവനെ പെട്ടെന്ന് കിണറ്റിന്റെ അകത്തിറങ്ങിയിട്ട് തന്റെ ദാഹം തീർക്കുകയാണ്. ആവശ്യം വയറ് നിറയുന്നത് വരെ വെള്ളം കുടിക്കുകയാണ്. അത് കഴിഞ്ഞ് പടച്ചവനെ കിണറിന്റെ മുകളിലേക്ക് കയറി വരുമ്പോ ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാറില്ലാതെ ഒരു നായുണ്ടല്ലോ, അതിങ്ങനെ മണ്ണ് കപ്പുകയാണ്. അതിന് ദാഹം കൊണ്ടത് ചെയ്യുകയാണെന്ന് മനസ്സിലായപ്പോ തെറ്റുകൾ ചെയ്ത് നടന്നിരുന്ന ചെറുപ്പക്കാരൻ, അല്ലാഹുവേ ഒരുപാട് പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തവനാണ്, പക്ഷേ ഒരു നായി വെള്ളത്തിന് വേണ്ടി കിടന്ന് പിടയുന്നത് കണ്ടപ്പോ കിണറ്റിന്റെ അകത്തേക്ക് ഇറങ്ങിയിട്ട് താൻ ധരിച്ചിരുന്ന ഷൂസിന്റെ അകത്തൽപ്പം വെള്ളമെടുത്തു കൊണ്ടുവന്ന് ആ നായിക്ക് കുടിക്കാൻ കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, ആ നായിക്ക് ആ മനുഷ്യൻ വെള്ളം കൊടുത്തപ്പോ അല്ലാഹു ആ മനുഷ്യന് കൊടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ? ഫസഖാ ഖൽബാ ഫശകറല്ലാഹു ലഹു ഫഗഫറ ലഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആ മനുഷ്യന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. അല്ലാഹു ന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുത്തു. അവന് സ്വർഗത്തിന്റെ അവകാശിയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ, മുർസലീങ്ങള്, ശുഹദാക്കള്, സഹാബത്ത്, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, പണ്ഡിതന്മാര്, ഹജ്ജ് ചെയ്തവര്, നിസ്കരിച്ചവര്, ഖുർആൻ ഓതിയവര്, ഖുർആൻ പഠിച്ചവര്, അങ്ങനെ അല്ലാഹു ഇഷ്ടപ്പെട്ടവര് കടന്നു പോകുന്ന പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് വിശന്നു വലഞ്ഞു കിടന്ന ഒരു നായിക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തപ്പോ ആ മനുഷ്യൻ അല്ലാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഖാലൂ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, വഇന്ന ലനാ ഫിൽ ബഹായിമി ലഅജ്റാ. മുത്തുനബിയോട് ചോദിക്കുകയാണ്, നാൽക്കാലികൾക്ക് മൃഗങ്ങൾക്ക് നന്മ ചെയ്തതിന് പകരം പ്രതിഫലം കിട്ടുമോ? അള്ളാന്റെ റസൂല് പറയുകയാണ്, ഏത് കരൾ
കരളുള്ള ഏത് വസ്തുവിന് നിങ്ങൾ നന്മ ചെയ്താലും നിങ്ങൾക്ക് അതിന് പകരം പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രവാചകൻ പറഞ്ഞു കൊടുത്ത കഥ ഇതാണ്. അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കണം, എല്ലാവരോടും നിങ്ങൾ കരുണ കാണിക്കണം. എന്നിട്ട് പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ബൈനമാ റജുലുൻ യംശി ബിത്വരീഖ് വജദ ഹുസ്ന ശൗഖി ഫഅഖദു ഫസകറല്ലാഹു ലഹു ഫഗഫറ ലഹു. സ്വർഗ്ഗത്തെ കുറിച്ച് പറയുമ്പോ, സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോ, സ്വർഗ്ഗത്തിന്റെ പദവികളെ കുറിച്ച് പറയുമ്പോ എല്ലാവരും ചോദിക്കുന്ന ബുസാദേ, സ്വർഗ്ഗത്തിൽ ഞങ്ങൾക്ക് എങ്ങനെയാ പോകാൻ കഴിയുക? ഒരുപാട് നന്മകൾ ചെയ്തവർക്കല്ലേ പോകാൻ കഴിയൂ. എങ്കിലും മുത്തുനബി പറഞ്ഞു തരികയാണ്, ഒരു മനസ്സിന് സ്വർഗം കൊടുത്തത് എങ്ങനെയെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, സ്വർഗത്തിലേക്ക് കടന്നുപോയ ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാ. ഏത് ചെറുപ്പക്കാരൻ എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു ചെറുപ്പക്കാരൻ വഴിയിലൂടെ നടന്നു പോകുമ്പോ, ഒരു ചെറുപ്പക്കാരൻ വഴിയിലൂടെ നടന്നു പോകുമ്പോ പടച്ചവനെ, വഴിയിൽ കിടന്ന ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കമ്പെടുത്തു മാറ്റിയതിന്റെ പേരില് അല്ലാഹു ആ മനുഷ്യന് സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത സ്വഹാബത്തിനോട് സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സഹാബികളൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുക. പടച്ചോനെ, ഞങ്ങളൊക്കെ എങ്ങനെ ഇതിനകത്ത് പോകാം? ജീവിതത്തിൽ പോകാൻ ഒരു നന്മയും ചെയ്തു വെച്ചിട്ടില്ലല്ലോ. സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു. വഴിയിലൂടെ നടന്നു പോയപ്പോ ജനങ്ങൾക്ക് ഉപദ്രവമായി കിടക്കുന്ന ഒരു കമ്പെടുത്ത് മാറ്റിയിട്ടൊരു മനുഷ്യൻ സ്വർഗത്തിൽ പോയി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത്ര എളുപ്പമുള്ള കാര്യമാണ്, ഇത്ര സിമ്പിളല്ലേ? നമ്മൾ ചോദിക്കും, ഉസ്താദ് ഇത്രയേ ഉള്ളൂ? ഇൻഷാ അല്ലാഹ് നമ്മൾ പോകും. നമ്മൾ 100 കമ്പെടുത്ത് മാറ്റിയാലും പോകൂല. കാരണം എന്ത്? റോഡിൽ കിടക്കണ 100 കമ്പെടുത്ത് മരം വീണ് കിടന്ന ആ മരം മുറിച്ചാലും നമ്മൾ പോകൂല സ്വർഗത്തിൽ. കാരണം എന്ത്? അത് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ വീഡിയോ പിടിച്ച് യൂട്യൂബിലിടും. അതുകൊണ്ടാണ്. അല്ലാഹു കാക്കട്ടെ. നമ്മളിപ്പോൾ റോഡിലൊരു മരം വീണാൽ ആ മരമെടുത്ത് മുറിച്ചു മാറ്റുമ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും പത്രത്തിലും വരുവോ? എങ്കിൽ മുറിച്ചു മാറ്റും. അങ്ങനെ മുറിച്ചു മാറ്റുന്നവന്റെ കാര്യമല്ല പറഞ്ഞത്. അങ്ങനെ മുറിച്ചു മാറ്റാൻ എല്ലാവരും ഉണ്ട്, അങ്ങനെ ചെയ്യാൻ എല്ലാവരും ഉണ്ട്. പടച്ചവനെ, പുല്ലില്ലാത്ത സ്ഥലത്ത് കൊണ്ട് ചെടി നടുക, വലിച്ചു പറിച്ച് കളയുക. കാടില്ലാത്ത സ്ഥലത്ത്, വേസ്റ്റ് ഇല്ലാത്ത സ്ഥലത്ത് വേസ്റ്റ് കൊണ്ടുവന്ന് ഇട്ടിട്ട് വാരുക. യൂട്യൂബിലൊക്കെ കയറിയ പല വീഡിയോകളും കാണാം. ഈ അടുത്ത് കൃഷി എന്താ ഒരു ദിനം വന്നില്ലേപ്പാ, ചെടി നടുന്നതിന്റെ ഒരാൾ മരം നടന്നു, ഫോട്ടോ എടുക്കുന്നത്, വലിച്ചു പറിച്ച് കളയുന്നത്. 2 കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടിയിട്ട് വൃത്തിയാക്കുന്നു. വീഡിയോ ലൈവ് പോയത് അറിഞ്ഞില്ല പാവപ്പെട്ടവർ. അതാ മനസ്സിലാക്കേണ്ടത്. പലരും എന്തിന്? നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ആലോചിക്കുക, പല വീഡിയോകളും നമ്മൾ കണ്ടതാ. ഇതൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ. അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മൾ റോഡിൽ കിടക്കണ എന്ത് കണ്ടാലും എടുത്ത് ഒരാളിപ്പോ തന്നെ ഇപ്പൊ നോക്കിക്കേ, പല വീഡിയോകൾ കാണാം. കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളുടെ കൈ പിടിച്ചുകൊണ്ട് പോയാലും ഇങ്ങനെ പലതും. ഇതൊക്കെ ഏതാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതാരും കാണണില്ല നീ കമ്പെടുത്ത് മാറ്റണത്. റോഡിൽ കിടക്കുന്ന ഒരു കല്ലെടുത്ത് മാറ്റുന്നത് ആരും കാണുന്നില്ല. അള്ളാഹുവിൻ്റെ തൃപ്തി കരുതിയിട്ടാണ് നീ ചെയ്യേണ്ടത്. ഫോട്ടോയുമില്ല, വാട്സപ്പുമില്ല, ഫേസ്ബുക്കുമില്ല, ഒന്നുമില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുക. അപ്പോഴാ സ്വർഗത്തിൽ പോകുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിങ്ങളെയൊന്നും പറഞ്ഞില്ല, നിങ്ങളൊക്കെ ഫോട്ടോ എടുക്കേണ്ട ആൾക്കാരാണ്. കാരണം പഞ്ചായത്തിൻ്റെ ആൾക്കാരായതുകൊണ്ട് കേട്ടാ. ഇൻഷാ അല്ലാഹ്. ഇപ്പോഴോ JCB ഒക്കെ കൊണ്ടുവന്നിട്ട് പള്ളിയുടെ ഫ്രണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി. എന്താ ക്ലിയർ? ആ മരമൊക്കെ മുറിക്കാറായോ? ഇൻഷാ അല്ലാഹ്. അത്ത ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ട് പോയി. ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ദുആ ചെയ്താൽ നിങ്ങൾക്ക് നല്ലതുപോലെ പോകാം. അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ. നമ്മളങ്ങനല്ല. നിങ്ങൾ ചിന്തിക്കുക, സമയത്തെങ്കിൽ പറയാൻ പറ്റുമോ? ഈ പായിപ്പാട് പള്ളിയിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും പേര് കൂടി പറയാൻ പറ്റുമോ? അത് തന്നെ, അതാണ് മറ്റുള്ളവർക്ക് പോലും അസൂയ തോന്നുന്ന രീതിയിൽ ആളുകൂടിയില്ലേ. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും നന്മയാകാം. അതുകൊണ്ട് അത്തായ്ക്ക് അങ്ങനെ പോകാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് നെളിഞ്ഞിരുന്നാൽ പറ്റൂല കേട്ടാ. ഇൻഷാ അല്ലാഹ് കുറച്ച് ജാരിയായ സദക്കൊക്കെ പള്ളിയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.
ഇൻഷാ അല്ലാഹ്. ചെയ്തില്ല എന്നല്ല, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന അത്തായ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തോണം ഇൻഷാ അല്ലാഹ്. പള്ളിയുടെ വാർപ്പൊക്കെ വരുന്ന പിടിച്ചോണം കേട്ടോ, കയറി പിടിച്ചോണം ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ മക്കൾക്ക് വേണ്ടിയൊക്കെ ചെയ്തു, ഇനി അത്തായ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തോണം കേട്ടോ. അൻസാരി എന്നെ പിടിച്ചോണം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. കുറച്ച് പൈസ കടം കൊടുത്താലും മതി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3-ാമത്തെ ചരിത്രം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടും സ്വഹാബ. അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുകയാണ്. ഈ ലോകത്തിന്റെ അധിപനായ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ച റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടുകയാണ്. എപ്പോഴാണ് അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നത്? അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി പള്ളി കെട്ടിക്കൊടുക്കുമ്പോ മാത്രമല്ല, പള്ളിക്ക് വേണ്ടി സദഖ കൊടുക്കുന്ന സമയത്ത് മാത്രമല്ല, അല്ലാഹുവേ ഹജ്ജിന് പോകുന്ന സമയത്ത് മാത്രമല്ല, ലക്ഷങ്ങൾ പാപങ്ങൾക്ക് സദഖ കൊടുക്കുമ്പോഴും മാത്രമല്ല, നോമ്പ് പിടിക്കുന്ന സമയത്ത് മാത്രമല്ല, പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും ഓതുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്തു മാത്രമല്ല, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരടിമയെ കുറിച്ച് പ്രവാചകൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാ. അല്ലാഹു സ്നേഹിക്കണോ, അല്ലാഹു ഇഷ്ടപ്പെടണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന റജുലൻ സാറ അഖാ أقله في قرية أخرى فأصلى له على مدرجتي. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതാ പടച്ചവനെ, ഒരു മനുഷ്യന് സുഖമില്ലാതെ കിടക്കുന്ന ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുകയാണ്. തന്റെ കുടുംബക്കാരനാകട്ടെ കൂട്ടുകാരനാകട്ടെ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാരെന്നറിയുമോ? പായിപ്പാട് നിന്റെ കുടുംബത്തിൽ രോഗം പിടിച്ച് കിടക്കുന്നവർ, ബുദ്ധിമുട്ടിൽ കിടക്കുന്നവർ, പ്രയാസത്തിൽ കിടക്കുന്നവർ, നിന്റെ വാപ്പയുടെ കുടുംബക്കാരുണ്ട്, ഉമ്മയുടെ കുടുംബക്കാരുണ്ട്, വാപ്പാടെ കൂട്ടുകാരുണ്ട്, നിനക്ക് പരിചയമുള്ള പലരുമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനെ നീ സന്ദർശിക്കാൻ പോയാൽ, ഏതെങ്കിലും ഒരു മനുഷ്യനെ നീ സന്ദർശിക്കാൻ പോയാ, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വന്നിട്ട് ചോദിക്കുന്നു, നീ എവിടെ പോവുകയാണ്? അല്ലാഹുവിന്റെ മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ കടന്നു വരികയാണ്. തന്റെ കൂട്ടുകാരനെ കാണാൻ പോകുന്ന മനുഷ്യനോട് മലക്കുകൾ ചോദിക്കുന്നു, നീ എവിടെ പോവുകയാണ്? ഞാൻ എൻ്റെ കൂട്ടുകാരനെ കാണാൻ പോവുകയാണ്. എന്തെങ്കിലും നേട്ടമുണ്ടോ? എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിച്ചിട്ടാണോ? ആ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് പോകുകയാ. ആ സമയത്താണ് മലക്ക് പറയുന്നത്, മനുഷ്യ, ഞാൻ അല്ലാഹുവിന്റെ മലക്കാണ്, ഞാൻ അല്ലാഹുവിന്റെ മലക്കാണ്. മനുഷ്യന്റെ രൂപത്തിൽ വന്നതാണ്, മനുഷ്യന്റെ രൂപത്തിൽ വന്നതാണ്. അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുന്നു മനുഷ്യ. ഒരു രോഗം പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ സന്ദർശിക്കാൻ പോയാൽ ആ സന്ദർശനത്തിലൂടെ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ സ്നേഹം നിനക്ക് ലഭിക്കുകയാണ്. പരസ്പരം സന്ദർശിക്കുന്നതിലൂടെ അല്ലാഹു നിന്റെ പാപം പൊറുക്കുകയാ. നിന്റെ ഓരോ ചുവട്ടടികൾക്കും അല്ലാഹു നന്മ തരികയാണ്. ഓരോ ചുവട്ടടിക്കും നിന്റെ പാപം പൊറുക്കുന്നു, നിനക്ക് നന്മ എഴുതുന്നു, നിനക്ക് പദവി ഉയർത്തുന്നു. അല്ലാഹു നിന്റെ പാപങ്ങൾ മുഴുവനും പദാ പുറത്തു തരികയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? ഇദാ ആദ الرجل أخاه قال الله له
طبت وطاب ممشوقا وتبوأت منزلا في الجنة. ഏതെങ്കിലും ഒരു മനുഷ്യനെ സന്ദർശിക്കാൻ പോയാൽ അത് കുടുംബക്കാരനാകട്ടെ, രോഗം പിടിച്ച് കിടക്കുന്നവനാകട്ടെ, അല്ലെങ്കിൽ കൂട്ടുകാരനാകട്ടെ, സൗഹാർദ്ദത്തിന്റെ സന്ദർശനമാകട്ടെ, ഏത് സന്ദർശനമാണെങ്കിലും ഒന്ന്, നിന്നെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, രണ്ട്, നിന്റെ പാപം പൊറുക്കുന്നു, മൂന്ന്, അല്ലാഹു നിനക്ക് സ്വർഗത്തിലൊരു വീട് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു സന്ദർശനം നടത്തുന്നതിലൂടെ രോഗം പിടിച്ച് കിടക്കുന്നവനാകട്ടെ, വാപ്പാടെ കുടുംബക്കാർ, ഉമ്മയുടെ കുടുംബക്കാർ, ഉമ്മ മരിച്ചുപോയി, വാപ്പ മരിച്ചുപോയി, അതോടുകൂടി ബന്ധങ്ങളൊക്കെ തീർന്നു. ഇന്നത്തെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തു കൊടുക്കണം, ഇത് അത്താടെ അനിയന്റെ മോന്റെ മോൻ, പരിചയപ്പെടുത്താം. പലർക്കും ഇന്ന് പരിചയം, സ്വന്തം ബന്ധങ്ങൾ അറിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിൽ കിടക്കുന്നവർ, കൂടപ്പിറപ്പുകൾ രോഗം പിടിച്ചു കിടന്ന, ഇപ്പൊ പിന്നെ കൊറോണ ആയതുകൊണ്ട് ആ പരിസരത്തോട്ട് തന്നെ പോക്കില്ല. കൊറോണ ആയിക്കഴിഞ്ഞാൽ തന്നെ ഭർത്താവിന് കൊറോണ ആണെങ്കിൽ ഭാര്യ ഓടി രക്ഷപ്പെടുന്നു, വാപ്പായിക്കാണെങ്കിൽ മക്കൾ ഓടി രക്ഷപ്പെടുന്നു. പലരും ഈ അടുത്ത് എവിടെയോ പോയപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ ഒരു കുടുംബക്കാരൻ, എൻ്റെ ഒരു പരിചയത്തിലെ കുടുംബത്തോട് ഞാൻ ചോദിച്ചു, എൻ്റെ മക്കളൊക്കെ പടച്ചോനെ വരണില്ല മോനെ, വരണില്ല മോനെ, കുറെ കാലമായി വരുന്നില്ല. വാപ്പായ്ക്ക് കച്ചവടം കടയൊക്കെ ആയത് കാരണം, കടയിലേക്ക് പോയി കച്ചവടത്തിനൊക്കെ പോകുന്ന കാരണം കൊറോണ അത്തായ്ക്ക് വരാൻ സാധ്യത കൂടുതലായതുകൊണ്ട് മക്കൾ വരണില്ല അത്തായമ്മയും കാണാൻ, വാപ്പാനെയും ഉമ്മാനെയും കാണാൻ വന്നില്ല. അൽഹംദുലില്ലാ, ഞാനിങ്ങനെ ചിന്തിച്ചു. പിറ്റേ ആഴ്ച പോയപ്പോൾ പറഞ്ഞു അവക്ക് കൊറോണ ആയെന്ന്. ആ വരാത്ത വീട്ടിലിരുന്നവർക്ക് അല്ലേ, വാപ്പാനെയും ഉമ്മാനെയും കാണാൻ വരാത്തത് കാരണം, വാപ്പ കടയിൽ പോകുന്നത് കാരണം കൊറോണ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വന്നാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവള് വർഷങ്ങളായിട്ട് വീട്ടിൽ വരക്കില്ല. പിറ്റേ ആഴ്ച ഞാൻ പോയപ്പോൾ പറഞ്ഞു, ഉസ്താദെ ദുആ ചെയ്യണം, മോനെ സിറാജെ ദുആ ചെയ്യണോടാ, അവക്ക് കൊറോണ ആണെന്ന്. അപ്പോൾ എവിടെ നിന്ന് വന്നു? അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് സ്വന്തം മാതാപിതാക്കളെ ഒന്ന് തുറന്നിടുപ്പ, സ്വർഗത്തിൽ നിന്ന് ഇത്തിരി കാറ്റ് കെട്ടിട്ട, കബറാളികൾക്കെങ്കിലും വഴി കേൾക്കാൻ പറ്റുമോ? തുറന്നിടും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, അതൊന്നും കുത്തണ്ട ഇൻഷാ അല്ലാഹ്, തുറന്നിടും ഇൻഷാ അല്ലാഹ്. പള്ളി ഇങ്ങനെ കണ്ടുകൊണ്ടെങ്കിലും പണി കാണുമ്പോഴെങ്കിലും മനസ്സിനൊരു സന്തോഷമാണ്. വാർപ്പിൻ്റെ സമയമായി, കമ്പിയൊക്കെ അടിച്ചു തുടങ്ങി, തട്ടൊക്കെ അടിച്ചു തുടങ്ങി. ഇൻഷാ അല്ലാഹ് എങ്ങനെ വാർക്കുമെന്ന് അല്ലാഹ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. കുഴപ്പമില്ല മോനെ, മഴയൊക്കെ നല്ലതല്ലേടാ, മഴയൊക്കെ ഇപ്പം നമുക്ക് തടയാൻ പറ്റുമോ? അല്ലാഹ് തരണല്ലേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ ഇപ്പോൾ പള്ളിയുടെ വാർപ്പിന് എന്തോ അൻസാരി നാസറിനൊക്കെ ഉണ്ടായിരിക്കണം, പള്ളിയുടെ വാർപ്പിനൊക്കെ തട്ടടിച്ചു തുടങ്ങി. പക്ഷെ ഇനി എന്താ വഴി? അല്ലാഹു അഅലം. പടച്ചോനൊരു വഴി തുറന്നു തരും, അതാണ് ആകെ പ്രതീക്ഷ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് അൽഹംദുലില്ലാ നമ്മുടെ പള്ളിക്ക് വേണ്ടി സംഭാവന നൽകി. ഇപ്പോൾ തന്നെ മംഗലാപുരത്തുള്ള ഒരു കുടുംബം നമ്മുടെ പള്ളിക്ക് വേണ്ടി അൽഹംദുലില്ലാ 1,10,000 രൂപ നമ്മുടെ പള്ളിക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, ഉസ്താദ് ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരണം, അതാ വെച്ചിരിക്കുന്ന കണ്ടീഷൻ. ഉസ്താദ് ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് ദുആ ചെയ്യണം. അങ്ങനെ പലരും, അല്ലാതെ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അവർ കിട്ടിയൊരു അവസരം അൽഹംദുലില്ലാ. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവരുടെ പിതാവാണെന്ന് തോന്നുന്നു, മരണപ്പെട്ടു പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഒരു ജാരിയായ സദക്ക. 4-5 പെമ്മക്കള. അല്ലാഹു എല്ലാവർക്കും നല്ല ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളില്ലാത്ത കുട്ടികളുണ്ട്. അല്ലാഹു കരുണക്കടലായ പടച്ചുറബ് ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സ്വാലിഹീങ്ങളായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് നമ്മുടെ പള്ളിക്ക് വേണ്ടി 5,000-ഉം 10,000-ഉം നമ്മുടെ പള്ളിക്ക് വേണ്ടി തന്നവർ, വീണ്ടും വീണ്ടും സ്വർണം വരെ തന്നവർ, 3 പ്രാവശ്യം 5,000-ഉം 10,000-ഉം ഒക്കെ തന്നവർ നമ്മളോട് വീണ്ടും ദുആ വസിയ്യത്ത. ഉസ്താദേ, ആരുടെയോ കല്യാണം കഴിഞ്ഞ് ഇനി അടുത്തത് എൻ്റെതാണ്, ഇങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി. അൽഹംദുലില്ലാ, നമ്മുടെ മജ്ലിസ് നമുക്ക് ചെറുതായിട്ട് തോന്നുന്നു, പക്ഷെ അള്ളാഹുടെ മുന്നിൽ ഈ മജ്ലിസിന് വലിയ മഹത്വമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ മനുഷ്യൻ്റെയും അവരവരുടെ ആഗ്രഹങ്ങൾ അൽഹംദുലില്ലാ മജ്ലിസിലെ ദുആ കൊണ്ട് നടക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, രോഗ സന്ദർശനം നടത്തുക, കുടുംബ സന്ദർശനം നടത്തുക, സൗഹാർദ്ദ സന്ദർശനമൊക്കെ നടത്തുക. ഇനിയിപ്പോൾ പായിപ്പാട് പള്ളിയിൽ നിന്ന് എല്ലാവരും സന്ദർശനം നടത്താൻ സമയമായി. ഇത് അടക്കണമെങ്കിൽ പായിപ്പാട് മുഴുവനും ഒന്ന് സന്ദർശനം നടത്തണം, എങ്കിലേ നടക്കത്തുള്ളൂ ഇൻഷാ അല്ലാഹ്. ഷാജിക്ക പിന്നെ ഒന്നും കേൾക്കത്തില്ല, സെക്രട്ടറി കേട്ടോ. പക്ഷെ അത് ഇനി നാട്ടിലിറങ്ങിയിട്ടൊരു സന്ദർശനമുണ്ട്.
എല്ലാ വീടുകളിലും പോയി സന്ദർശനം നടത്തിയാൽ മാത്രമേ നമ്മുടെ പള്ളി വാർക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് കാര്യമില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാ ഖൈറിലാക്കുമാറാകട്ടെ. സാരി എണ്ണൻ്റെ സന്തോഷമില്ല പറയാൻ. അൽഹംദുലില്ലാഹ് ഒക്കെ നടക്കുമെന്ന് പടച്ച റബ്ബ് ഒരു വഴി കാണിച്ചു തരും. ഇൻഷാ അല്ലാഹ് ഒരു ചരിത്രമുണ്ട്, കേൾക്കുമ്പോൾ മനസ്സിലാവും. അൽഹംദുലില്ലാഹ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നൊരു വിഷയം പ്രസംഗിക്കാൻ എടുത്തിട്ട് അങ്ങ് നിർത്തിയ പള്ളി നിർമ്മാണവും പള്ളി പരിപാലനവും. ഞാൻ ഇന്നൊരു വിഷയം എടുത്തതാണ് പ്രസംഗിക്കാൻ. ഞാനിങ്ങനെ 2 വിഷയം നോക്കി. 1 പള്ളി നിർമ്മാണം, 2 പള്ളി പരിപാലനം. 2 ഇപ്പോഴത്തെ സമയത്ത് ചേർന്നതല്ല. അതിപ്പോൾ പറയാൻ പറ്റിയൊരു വിഷയമല്ല. ഞാനത് എടുത്തു വെച്ചിട്ട് ഞാൻ പിന്നെ ഇൻഷാ അല്ലാഹ് പിന്നീട് അത് ജുമായ്ക്ക് ഒരു ദിവസം പ്രസംഗിക്കാണ് വിചാരിച്ചു. പള്ളി പരിപാലനവും പള്ളി നിർമ്മാണവും ഇത് നമുക്ക് ഇൻഷാ അല്ലാഹ് ജുമായ്ക്ക് ഒരു ദിവസം പ്രസംഗിക്കണം. അതിന് 40 പേര് കൂടിയാൽ പോരല്ലോ. കൊറോണ കാരണം അതിങ്ങനെ മുടങ്ങി കിടക്കാം. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുത്ത ഒരു ചരിത്രം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റജുലുൻ ലാ തസദ്ദഖന്ന ബിസ്വദഖത്തിൻ ഫഖറജ ബിസ്വദഖത്തിൻ ഫവളഅഹാ ഫീ യദി സാരിഖി ഫഅസ്ബഹു. മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു മനുഷ്യൻ നിയ്യത്ത് ചെയ്തു, ഇന്ന് ഒരു ദാനധർമ്മം ഞാൻ ചെയ്യുമെന്ന് അവിടെ നിന്നിട്ട് തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ മനുഷ്യൻ തീരുമാനമെടുത്തു, ഞാൻ ഇന്ന് ആർക്കെങ്കിലും സദഖ കൊടുക്കും. അങ്ങനെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ മനുഷ്യൻ ഇങ്ങനെ സദഖയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഈ മനുഷ്യന് സദഖയുമായിട്ട് ഇറങ്ങാം. ഇങ്ങോട്ട് നമുക്ക് ഇത് കേൾക്കേണ്ട ഒരു ചരിത്രമാണ്, പഠിക്കണം. നമ്മുടെയൊക്കെ കൊടുപ്പും ഈ കൊടുക്കണ സദഖയും തമ്മിലുള്ള വ്യത്യാസം. ആ മനുഷ്യൻ രാവിലെ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നൊരു സദഖ കൊടുക്കും. അങ്ങനെ രാത്രിയായി സദഖയുടെ എല്ലാം എടുത്തു വെച്ചു. അങ്ങനെ മണ്ണങ്ങന എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പണ്ടൊരു സദഖയുടെ കഥ പറയുന്നുണ്ട്. ഒരു വാപ്പ സദഖ, പണ്ടൊക്കെ പള്ളികളിൽ ഈ ആൾക്കാർ വന്ന് കിടക്കാറുണ്ട്. പള്ളിയിലൊക്കെ പണ്ടത്തെ കാലഘട്ടങ്ങളിൽ അങ്ങനെ, സഹാബത്തിന്റെ കാലഘട്ടങ്ങളിൽ പള്ളികളിൽ ആൾക്കാർ കിടക്കാറുണ്ട്. അപ്പൊ ഈ ആൾക്കാർ സദഖ കൊണ്ടുവന്നിട്ട് ഇവർ കിടക്കുന്നതിന്റെ തലയുടെ അടിയിൽ വെച്ചിട്ട് പോകും. കാരണം എന്തേ? വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്നാ, അതിന് പ്രതിഫലം കൂടുതലുണ്ടെന്നാ. അപ്പൊ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരുടെ തലകണയുടെ അടിയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കിഴി കൊണ്ടുവന്ന്, പൈസയുടെ കിഴി കൊണ്ടുവന്ന് വെച്ചിട്ട് പോകും. പടച്ചനെ ഇപ്പൊ എന്ന് ചരിത്രം പറയുക, ഒരു വാപ്പ മകന്റെ സ്വന്തം വാപ്പ തന്നെ സദഖ കൊണ്ട് വെച്ചത് മകനായിപ്പോയി. അപ്പൊ ചരിത്രം പറയുകയാണ്, അന്നത്തെ കാലഘട്ടങ്ങളിൽ സുബഹിക്കൊക്കെ രാത്രി കിടന്നിട്ട് രാവിലെ എഴുന്നേക്കുന്ന മനുഷ്യൻ തലയുടെ അടിയിൽ നോക്കും അത്ര ആരെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന്. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണ്ടത്തെ കാലത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തലയുടെ ഭാഗത്ത് ആരെങ്കിലും പൈസ കൊണ്ട് വെച്ചിട്ടുണ്ടോ എന്ന് അവര് നോക്കും. ഇപ്പൊ എങ്ങനെയാ നോക്കുന്നതെന്നറിയോ? വെച്ചത് അവിടെ ഇരിപ്പോണ്ടോ എന്ന് നോക്കുക, ആരെങ്കിലും അടിച്ചോണ്ട് പോയി. ഇന്ന് പള്ളിക്കകത്ത് കിടക്കുന്നവൻ അള്ളാടെ വീടല്ലേ, വെച്ചാൽ സേഫ് ആകുമെന്ന് പറഞ്ഞിട്ട് വല്ല തലകാണിക്കടി വെച്ചിട്ട് കടന്നിറങ്ങിയ രാവിലെ അത് തപ്പുമ്പോൾ അത് കാണാറില്ല. പള്ളിയുടെ വെളി കിടക്കട്ടെ, ചെരുപ്പ് പോലും കിട്ടാറില്ല. അതാ കാലം മാറിയത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഈ മനുഷ്യൻ തീരുമാനിച്ചു, ഞാൻ സദഖ കൊടുക്കും. അങ്ങനെ വീട്ടിൽ വന്ന് തയ്യാറെടുപ്പുകളൊക്കെ നടത്തി എല്ലാവരും കിടന്നുറങ്ങി. ഈ സാധു ഇങ്ങനെ പടച്ചവനെ ഒരു കിഴിയുമായിട്ട് താൻ കരുതി വെച്ച സമ്പത്തുമായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു മനുഷ്യന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. അല്ലാഹുവേ പടച്ചവൻ ആരുടെ കയ്യിലാണ് കൊണ്ടു കൊടുത്തേ? ഏറ്റവും വലിയ കള്ളന്റെ കയ്യിലാണ് കൊണ്ടുപോയി കൊടുത്തത്. മോഷണം നടത്തുന്ന ഒരു കള്ളന്റെ കയ്യിലാണ് അദ്ദേഹം കൊണ്ടത് വെച്ചത്. പ്രഭാതമായപ്പോ ആളുകളൊക്കെ പറയാൻ തുടങ്ങി, ഇന്നലെ രാത്രി പടച്ചവനെ കൊടുത്ത കൊണ്ടുപോയി കള്ളന്റെ കൈ കൊണ്ട് പൈസ കൊടുത്തിരിക്കുക. എല്ലാരും ഇങ്ങനെ പറയാൻ തുടങ്ങി. കള്ളന്റെ കയ്യിലാണ് പൈസ കൊണ്ടുപോയി കൊടുത്തത് എന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കുന്നു. ആ മനുഷ്യനല്ല അറിഞ്ഞപ്പോ കള്ളന്റെ കയ്യിലാണ് കൊടുത്തത് എന്നറിഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഞാൻ അള്ളാഹിനെ സ്തുതിക്കുന്നു. ആരോടൊന്നും മിണ്ടിയില്ല, പടച്ച റബ്ബിനെ സ്തുതിക്കുകയാണ്. രണ്ടാമത്തെ ദിവസവും ആ മനുഷ്യൻ ഒരു നിയ്യത്ത് ചെയ്തു, പടച്ചവനെ ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രിയും ഞാനൊരു സദഖ കൊടുക്കും. അങ്ങനെ തലേ ദിവസത്തെ പോലെ സമ്പത്തൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. രാത്രിയായി ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഒരു പെണ്ണിങ്ങനെ റോഡിലൂടെ വഴിയിലൂടെ നടന്നു പോകുന്നു. ആരും കാണാതെ പെട്ടെന്ന് കൊണ്ടുപോയി പെണ്ണിന്റെ കയ്യിലേക്ക് ഒരു സദഖ കൊടുത്തു. എന്നിട്ട് ഓടുകയാണ്.
ആരുടെ കയ്യിലാണ് കൊണ്ട് കൊടുത്തത്? ആ നാട്ടിലെ ഏറ്റവും വ്യഭിചാരിയായ ഒരു പെണ്ണിൻ്റെ കയ്യിൽ, ശരീരം വിറ്റ് ജീവിക്കുന്നൊരു പെണ്ണിൻ്റെ കയ്യിലാണ് ഈ സമ്പാദ്യം കൊണ്ട് കൊടുത്തത്. രാവിലെ ആയപ്പോൾ നാട്ടുകാർ മുഴുവനും അറിഞ്ഞു, കളിയാക്കാൻ തുടങ്ങി. ഈ മനുഷ്യനെ നിറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അൽഹംദുലില്ലാ. അപ്പോഴും അല്ലാഹുവിനെ സ്തുതിച്ചു. അദ്ദേഹം മൂന്നാമത്തെ ദിവസവും തീരുമാനമെടുത്തു, ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി ഞാനൊരു സദഖ കൊടുക്കും. അങ്ങനെ തീരുമാനമെടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രിയായി സമ്പാദ്യവുമായി ഇറങ്ങി. താൻ കരുതി വെച്ച സമ്പാദ്യവുമായിട്ടിറങ്ങി കൊണ്ടുപോയി കൊടുത്തത് ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ കയ്യിലാണ്. ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരന്റെ കയ്യിലാണ് സമ്പാദ്യം കൊണ്ട് കൊടുത്തത്. പടച്ചവന് രാവിലെയായപ്പോൾ ചർച്ചയായി. സദക്ക കൊണ്ട് കൊടുത്തത് ആ നാട്ടിലെ ഏറ്റവും വലിയ പിശുക്കന്റെ കയ്യിലാണ് കൊണ്ട് കൊടുത്തത്. ഏറ്റവും വലിയ സമ്പത്തുണ്ട്, അവൻ ഏറ്റവും വലിയ പിശുക്കനുവാ, ഇവന്റെ കയ്യിലാണ് കൊണ്ട് കൊടുത്തത് എന്ന് എല്ലാവരും ഇങ്ങനെ പറയുമ്പോഴും ആ മനുഷ്യൻ അപ്പോഴും പറഞ്ഞു അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനൊരു കുറ്റബോധമുണ്ടായില്ല. ആ മനുഷ്യനവിടം അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. ആ മനുഷ്യനവിടം പടച്ച റബ്ബിനെ സ്തുതിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം അവിടം പറഞ്ഞു തരികയാ. ആ കള്ളനായ മനുഷ്യനവിടം ചിന്തിച്ചു, അല്ലാ, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയാണല്ലോ ഞാൻ മോഷ്ടിക്കാൻ പോകുന്നത്. ഞാൻ കള്ളത്തരം കാണിക്കുന്നത് പടച്ചവനെ ഭക്ഷണത്തിന് വേണ്ടിയാണല്ലോ. എന്തിനാ അല്ലാ എൻ്റെ കയ്യിൽ ഇങ്ങോട്ട് കൊണ്ടു തന്നല്ലോ. ഈ പാവപ്പെട്ടവനായ മോഷണം നടത്തുന്നവനായ എൻ്റെ കയ്യിലേക്ക് അതാ ഒരു മനുഷ്യനെ സമ്പത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നല്ലോ. അൽഹംദുലില്ലാ. ഒരു റബ്ബുണ്ടല്ലോ, ഇനി എന്തിനാ ഞാൻ മോഷണം നടത്തുന്നത്? പടച്ചവനെ, ആ മനുഷ്യനവിടന്ന് വിശ്വാസിയായി മാറുകയാണ്. ആ പാതിരാത്രി തന്റെ കയ്യിലേക്ക് സമ്പത്ത് കൊണ്ട് കൊടുത്തപ്പോ, ഇതിനു വേണ്ടിയാണ് ഞാൻ വീട് തുറന്നുകൊണ്ട് കയറുന്നത്, അനുവാദമില്ലാതെ പതാ പിടിച്ചു പറിക്കുന്നതിന് വേണ്ടി പോകുന്നത്, ഇത് ശരിയല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കള്ളനായ മനുഷ്യന് ആ സദഖ തന്റെ കയ്യിൽ കൊണ്ടുവന്നു കൊടുത്ത നന്മ കണ്ടിട്ട് ആ മനുഷ്യൻ അതാ പടച്ച റബ്ബേ മോഷണമൊക്കെ നിർത്തുകയാണ്. അവിടുന്ന് നന്നാവുകയാണ്, അവിടുന്ന് നല്ല മനുഷ്യനാവുകയാണ്. ഹറാമുകൾ വലിച്ചെറിഞ്ഞു, ഹറാമുകൾ വലിച്ചെറിഞ്ഞു, ഹലാല് ഭക്ഷിക്കാൻ തുടങ്ങുകയാണ്. മുത്തുനബി പറയുന്ന രണ്ട് വ്യഭിചാരിയായ പെണ്ണ് ചിന്തിക്കുന്നു, അല്ലാ, ശരീരം വിറ്ററ്റ് ജീവിക്കുന്നത് എന്തിനാ അല്ലാ? ഞാൻ ജീവിക്കാനല്ലേ ഈ പണി ചെയ്യുന്നത്. എന്റെ കയ്യിലേക്ക് സമ്പത്ത് കൊണ്ടുവച്ചല്ലോ അല്ലാഹുവേ. ആ പടച്ച റബ്ബിന് ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? അവിടുന്ന് വൃത്തികെട്ട സ്വഭാവങ്ങൾ മുഴുവനും മാറ്റുകയാണ്. അവിടുന്ന് മോശമായ സ്വഭാവം മാറ്റി ആ പെണ്ണും നന്നാവുകയാണ്. മൂന്നാമത് പടച്ചവനെ ഒരുപാട് സമ്പത്തുള്ള, ഒരുപാട് സമ്പത്ത് പടച്ച റബ്ബ് കൊടുത്ത ഏറ്റവും പിശുക്കനായ മനുഷ്യൻ ചിന്തിക്കുന്നു, അല്ലാ, ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഈ നാട്ടിലെ ഏതോ പാവപ്പെട്ടവന് എന്നെ പോലെ സമ്പന്നനല്ല, പോലെ സമ്പന്നനല്ല, ഏതോ ഒരു പാവപ്പെട്ടവന് പാതിരാത്രി മുഖം നോക്കാതെ ആളറിയാതെ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നല്ലോ. ഇത് അല്ലാഹു തന്നതല്ലേ, ഇങ്ങനെയല്ലേ കൊടുക്കേണ്ടത്? അവസാനമാ ധനികനായ ആ പിശുക്കനായ മനുഷ്യനുണ്ടല്ലോ, തന്റെ സമ്പത്ത് പാവങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങുകയാണ്. 3 പേരും അവിടെ നിന്ന് നന്നായി, 3 പേരും അവിടെ നിന്ന് നന്നായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഉദ്ദേശത്തിന് അല്ലാഹു പ്രതിഫലം നൽകും, നിന്റെ നീയത്തിന് അല്ലാഹു പ്രതിഫലം നൽകും. അത് നീ ആരുടെ കയ്യിൽ വെച്ച് കൊടുത്താലും, കള്ളന്റെ കയ്യിലാണെങ്കിലും, വ്യഭിചാരിയുടെ കയ്യിലാണെങ്കിലും, ധനികന്റെ കയ്യിലാണെങ്കിലും, നിന്റെ നീയത്തിനനുസരിച്ച് അല്ലാഹു പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, ഈ മനുഷ്യൻ സമ്പാദ്യം കൊണ്ട് കൊടുത്തവർ 3 പേരും അർഹരാണോ? 1 ആ നാട്ടിലെ ഏറ്റവും വലിയ കള്ളൻ, 2 ഏറ്റവും വലിയ വ്യഭിചാരി, 3 നല്ല പണവുമുണ്ട്. അത് മാത്രമല്ല ഏറ്റവും വലിയ പിശുക്കൻ. എന്താണ് ഇത് മൂളണ? സലാത്ത് പറ, സല്ലല്ലാഹു അലാ
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ മനുഷ്യൻ സദക്ക കൊടുക്കാൻ തീരുമാനിച്ചു. ആ സദക്ക കൊടുത്തതിന്റെ പ്രതിഫലം ആ അള്ളാഹു ആ മനുഷ്യന് കൊടുത്തെന്ന് നബിയുനാ റസൂലുള്ളാഹി. കള്ളന്റെ കയ്യിൽ കൊടുത്തോ, അതല്ലെങ്കിൽ നീ പണക്കാരന്റെ കയ്യിൽ കൊടുത്തോ, അല്ലെങ്കിൽ വ്യഭിചാരിയുടെ കയ്യിൽ കൊടുത്തോ, നീ കൊടുത്തതിന്റെ പ്രതിഫലം നിനക്കുണ്ട്. രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറയുന്നു, സദക്ക രഹസ്യമാക്കണം. അതാ മനസ്സിലാക്കേണ്ടത്. പരസ്യമല്ല, രഹസ്യമായി ചെയ്യുന്നതിന് വല്ലാത്ത പ്രതിഫലമുണ്ട്. അതാ മനസ്സിലാക്കേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ നോക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ഇൻ തുബ്തു സ്വദഖാതി ഫനിഅമ്മാഹി വഇൻ തുഖഫൂഹാ വതുതൂഹൽ ഫുഖറാ ഫഹുവ ഖൈറുൽ ലക്കും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്, പരസ്യമായിട്ടുള്ള സദഖയേക്കാൾ പടച്ചവനെ രഹസ്യമായ സദഖയ്ക്ക് വല്ലാത്ത പ്രാധാന്യമുണ്ട്, വലിയ മഹത്വമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് സൂക്ഷ്മതയ്ക്ക് വല്ലാത്ത കാര്യമാണ്. പരസ്യമായി ചെയ്യുന്നതിനേക്കാൾ രഹസ്യമായി ചെയ്യുന്ന സദഖയ്ക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പരസ്യമായി രഹസ്യമായിട്ട് മാത്രമല്ല സദഖ ചെയ്യേണ്ടത്. ചില സമയങ്ങളിൽ പരസ്യമായിട്ട് തന്നെ ചെയ്യണം. ചില സമയങ്ങളിൽ പരസ്യമായിട്ട് ചെയ്യണം. ഇപ്പം നിങ്ങളൊക്കെ വയലിന് പോകുന്ന സമയം പരസ്യമായിട്ട് വേണ്ടി ചോദിക്കാറുണ്ട്. കാരണം എന്തേ? അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരാൾ കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരാൾ അൽഹംദുലില്ലാഹ് ഇപ്പം നമ്മൾ ഇത്ര പേരിയ്ക്കുന്നു, ഒരാൾ എഴുന്നേറ്റിട്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ കയ്യിലുള്ള ഒരു സദക്ക തരാൻ അദ്ദേഹം തീരുമാനിച്ച് എഴുന്നേറ്റ് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാകാൻ ഒരു കാരണമാണ്. സ്വാഭാവികമായി അദ്ദേഹം ഒരാളൊരു സദക്ക തരും, ആ മനുഷ്യന് ദുആ ചെയ്യുമ്പോൾ എനിക്കൂടെ കൊടുക്കണമെന്നുള്ളൊരു മനസ്സ് മറ്റുള്ളവർക്കുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അല്ലാതെ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് തരൂ എന്നല്ല, നമ്മളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അപ്പൊ രഹസ്യമായി ചെയ്യുന്ന സദക്കയ്ക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ നാം ഈ ചരിത്രത്തിലൂടെ പഠിക്കേണ്ടത് രണ്ട് ഗുണപാഠമാണ്. ഒന്ന്, നിന്റെ നീയത്ത്, നീ ചെയ്തിരിക്കുന്ന നീയത്തിന് നിനക്ക് പ്രതിഫലമുണ്ട്. രണ്ട്, രഹസ്യമായിട്ടുള്ള സദഖയ്ക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കും അടുത്ത ചരിത്രമേതാ? അല്ലാഹുവിന്റെ റസൂൽ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തറാ റജുലുൻ മിൻ റജുലിൻ അഖാറ ലഹു فوجد الرجل الذي اشترى العقار في عقاره. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരാൾ മറ്റൊരാളിൽ നിന്നൊരു വീട് വാങ്ങുകയാണ്. പടച്ചവനെ, അവിടെ നിന്നതാ ഒരാളുടെ കയ്യിൽ നിന്നൊരു വീടും സ്ഥലവും അവിടെ നിന്ന് വാങ്ങുകയാണ്. അങ്ങനെ കൊടുക്കാനുള്ള പൈസകൾ മുഴുവനും കൊടുത്തു കഴിഞ്ഞു, പ്രമാണമൊക്കെ എഴുതി കഴിഞ്ഞു, കരാറുകൾ മുഴുവനും ചെയ്ത് കഴിഞ്ഞു. അല്ലാഹുവേ, അവസാനം ആ മനുഷ്യന് ആ ഭൂമിയിൽ നിന്നൊരു സ്വർണത്തിന്റെ ഭരണി കിട്ടുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു വീടും വസ്തുവും വാങ്ങി. സ്വാഭാവികമായിട്ട് പെട്ടെന്ന് മനസ്സിലാകാൻ, ഒരാളുടെ കയ്യിൽ നിന്ന് വീടും വസ്തുവും വില കൊടുത്തു വാങ്ങി. അങ്ങനെ വാങ്ങി കുറച്ചു ദിവസം കഴിയുമ്പോൾ ആ സ്ഥലത്ത് നിന്ന് കുറച്ച് സ്വർണം കിട്ടാ. നമ്മളൊക്കെ നിധി കിട്ടാന്ന് പറയും. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ ചിന്തിക്കുന്നു, പടച്ചോനെ, ഇത് എന്റേതല്ലല്ലോ, ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വീടും സ്ഥലമല്ലേ വാങ്ങി, ഇത് എന്റെതല്ലല്ലോ. ആ മനുഷ്യന്റെ അടുക്കലേക്ക് പോയി വീട് കൊടുത്ത ആളുടെ വീട്ടിൽ പോയിട്ട് പറയുന്നു, നിന്റെ വീട് സ്ഥലമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ, ഈ സ്വർണ്ണം എനിക്കുള്ളതല്ല, നീ എടുത്തോ, ഇത് നിന്റെതാ, ഇത് എനിക്കുള്ളതല്ല. സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യൻ പറയുന്നു, ഞാൻ നിനക്ക് വീടും പറമ്പും തന്നു, അതിനകത്തുള്ളത് സർവ്വതും നിനക്ക. രണ്ടുപേരും തമ്മിൽ തർക്കിക്കുകയാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. അയൽവാസിയുടെ ഒരേക്കർ വസ്തുണ്ട് ഇവന്റെ വീടിരിക്കുന്ന സ്ഥലമൊക്കെ നോക്കുവാണെങ്കിൽ 50 സെന്റ് അല്ലെങ്കിൽ 25 സെന്റ് ഇവന് സ്ഥലമുണ്ട്. അയൽവാസിക്കുള്ളത് 5 സെന്റ്. അവന്റെ അതിര് തോണ്ടുന്നവനോടാ ഇത് പറയുന്നത്. അല്ലാഹു കാക്കട്ടെ. നിങ്ങൾ ചിന്തിക്ക്,
എടാ, ഒരു 1/4 സെന്റ് പോലും ഒരല്പം അതിര് കൊടുക്കണില്ല, അതും തോണ്ടും. അവൻ ആകെ ഉള്ളത് 5 സെന്റും വീടും. പടച്ചവനെ നിന്ന് തിരിയാൻ സ്ഥലമില്ല, അവന്റെ അതിര് എന്തിനാപ്പാ? നിങ്ങൾ ഈ പല റോഡിൽ കൂടെ പോണ കണ്ടിട്ടുണ്ടോ? അവൻ കെട്ടിയിട്ടിരിക്കണത് 25 സെന്റിനകത്ത് 30 സെന്റിന്റെ അകത്ത് കൊട്ടാരം പോലൊരു വീട് വെച്ചിട്ടുണ്ട്. ഇവന്റെ വീടിന്റെ മതിലിരിക്കണമെന്നറിയോ? ചിലപ്പോ ഒരു 10-25 വീട്ടുകാർക്ക് കയറി പോകാനുള്ള വഴിയുടെ തുമ്പിലായിരിക്കും ഇവന്റെ മതിൽ. ഇറക്കിക്കെട്ടായിരുന്നു സ്ഥലമില്ല, കൊണ്ട് വെച്ചിരിക്കുക. 4 ചോയ്ക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരസ്പരം ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വീടും വസ്തുവും വാങ്ങി, സ്വാഭാവികമായിട്ട് അവൻ്റെതാ. പൈസ കൊടുത്ത് ഷാജിക്കാടെ കയ്യിൽ നിന്ന് 10 സെന്റ് സ്ഥലവും വീടും ഞാൻ വാങ്ങിച്ചത് എന്റേതായി കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് എന്ത് കിട്ടിയാലും എനിക്ക് പോകേണ്ട കാര്യമുണ്ടോ? എനിക്ക് പോകേണ്ട കാര്യമില്ല. ആ മനുഷ്യൻ പോയിട്ട് പറഞ്ഞു, ഇതെന്റെതല്ല, നീ എടുക്ക്. അദ്ദേഹം പറയുന്നു, എന്റേതല്ല, നീ എടുക്ക്. രണ്ടുപേരും തമ്മിൽ തർക്കമായിട്ട് അവസാനം ജഡ്ജിയുടെ മുന്നിൽ പോയെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ്. നമ്മളായിരുന്നെങ്കിൽ അപ്പൊ തന്നെ മുക്കിയാനെ. ഒരു ഇൻസാൻ പോലും അറിയത്തില്ല, കെട്ടിയ പെണ്ണുമ്പുള്ള പോലും അറിയത്തില്ല. കൊണ്ടുപോയി ഒളിച്ചു വെക്കാൻ പറ്റുന്നിടത്ത് ഒളിച്ചു വെക്കും. പലരും ഇപ്പൊ വരുന്നുണ്ട്, പലരും വരാറുണ്ട്. നിധി എന്നല്ലേ പറയാ, നിധിയൊക്കെ നോക്കി എടുത്തു കൊടുക്കുന്ന ആൾക്കാർ വരാറുണ്ട്. പണ്ടൊരാൾ പറഞ്ഞു, ഉസ്താദെ നിങ്ങളുടെ പറമ്പിൽ നിധിയുണ്ട്, എൻ്റെ പറമ്പിൽ നിധിയുണ്ടെന്നാ പറഞ്ഞേ, എടുത്തു തരാം. ഞാൻ പറഞ്ഞു, നിധി ഉണ്ടെങ്കിൽ അവിടെ കിടക്കട്ടെ, നല്ലതല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെ എടുത്തു കൊടുക്കുന്നവർ, അതിനകത്തൊക്കെ ചില നിയമങ്ങളുണ്ട്. ഇതൊക്കെ ഒളിച്ചു പാത്ത് ആരെങ്കിലും പറയോ? എവിടെ പറയാൻ അല്ലേ? അല്ലാഹു അഅലം. അങ്ങനെ രണ്ടുപേരും കൂടെ പരസ്പരം എന്റേതാ നിന്റേതാണെന്ന് പറഞ്ഞ് തർക്കം കൂടിയിട്ട് അവസാനം ഭരണാധികാരിയുടെ മുന്നിൽ പോയി. ഭരണാധികാരി ഇത് കേട്ടപ്പോ കണ്ണും തള്ളിയിരിക്കുക, പടച്ചോനെ ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടോ? അല്ലാഹ്, ഇപ്പത്തെ ജഡ്ജിമാര് കണ്ണു തള്ളിയിരിക്കുക, ഇവ മനുഷ്യനാണോ അതോ മൃഗമാണോ? ചിന്തിക്കണം. എങ്ങനെ സ്വന്തം കൂടപ്പുറപ്പിന് പോലും 1 സെന്റ് കൊടുക്കാത്തവൻ, കയറി പോകണ്ടടാ, വണ്ടി കയറി പോകാൻ വഴി ചോദിച്ചാൽ പോലും കൊടുക്കാത്തവൻ. എടാ, എത്ര ഏക്കർ വസ്തുവുള്ളവനാണെങ്കിലും കുടുംബ വസ്തുവിന്റെ അളവ് വെക്കുന്ന സമയത്ത് കാണണം, പടച്ചവനെ, ഏക്കർ കണക്കിനുണ്ടാകും. എന്തിനാ ഇവനെന്നറിയില്ല. അവരും വരും, കുടുംബത്തിന്റെ വസ്തു പകിതം വെക്കുമ്പോ എനിക്ക് വേണം പൈസ വേണം എന്ന് പറഞ്ഞു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ഇമാം ബുഖാരി തങ്ങൾ നിവേദനം ചെയ്ത ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്തു. ഇത് വെറുതെ പറഞ്ഞല്ല, ഇമാം ബുഖാരി തങ്ങൾ, ബുഖാരി സഹീഹുൽ ബുഖാരിയിലുള്ള ചരിത്രമാണ്. അവസാനം ഭരണാധികാരിയുടെ മുന്നിൽ പോയി അത്ഭുതമായി, എന്തു മനുഷ്യരല്ല ഇത്. അവസാനം അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങൾക്ക് മകനുണ്ടോ? മകനുണ്ട്. നിങ്ങൾക്ക് മകളുണ്ടോ? മകളുണ്ട്. എന്നാൽ നിന്റെ മകന് നിന്റെ മകളെ കെട്ടിച്ചുകൊടു, എന്നിട്ട് ആ സമ്പാദ്യം അവർക്ക് കൊടു, സദക്കയുടെ കൂലിയുണ്ടെന്ന് വിധിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിന്റെ മകള് ഇവന്റെ മകന് കെട്ടിച്ചോട്. വീട് വിറ്റവൻ വീട് കൊടുത്തവനും രണ്ടുപേരും നിന്റെ മകന് ഇവന്റെ മകളെ കൊണ്ട് വിവാഹം കഴിച്ചിട്ട് ഈ കിട്ടിയ ഭരണി ഇവർക്ക് രണ്ടുപേർക്കും ചെലവഴിക്ക്, സദക്കയുടെ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ, എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, സത്യസന്ധത തനിക്കർഹതമല്ലാത്തത്. സത്യസന്ധതയുടെ ചരിത്രമാണ് പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മൾക്കില്ലാതെ പോയതും ആ ഒരു ഗുണമാണ്. ആ സത്യസന്ധത എന്ന് പറയുന്ന ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ. പടച്ചവനെ, ആ മനുഷ്യന്റെ സത്യസന്ധതയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഏത് കാലഘട്ടത്തിലാണ് പടച്ചവനെ കൈയിട്ട് വാരാൻ, എവിടെ നിന്ന് വാരാൻ പറ്റുമോ അവിടെ നിന്ന് വാരുന്ന മനുഷ്യരുടെ കാലമാ. അത് പാലത്തിലാണെങ്കിലും പറമ്പിൽ നിൽക്കുന്ന മരത്തിലാണെങ്കിലും പടച്ചവനെ ഓണക്കിറ്റിനകത്താണെങ്കിലും അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് കൊടുക്കുന്ന പാവപ്പെട്ടവന് കൊടുക്കുന്ന കിറ്റിന്റെ അകത്താണെങ്കിലും അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിന് നടത്തുന്ന പിരിവിന്റെ പേരിലാണെങ്കിലും എവിടെ നിന്ന് വാരാൻ കിട്ടിയാലും പടച്ചവനെ രാഷ്ട്രീയം മറന്നുകൊണ്ട് എവിടെ നിന്ന് വാരാൻ പറ്റുമോ അവിടൊക്കെ നിന്ന് പിച്ചച്ചട്ടിയിൽ നിന്ന് കൈകെട്ട് വാരുന്ന മനുഷ്യരുടെ കാലമാ. പാവപ്പെട്ടവനെ പിടിഞ്ഞു തിന്നുന്ന ഭരണാധികാരികളുടെ കാലത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകനീ ചരിത്രം പറയുന്നത്. എന്നിട്ട് പറയുന്ന സ്വഹാബാ, സത്യസന്ധത ജീവിതത്തിൽ മുറുകെ പിടിച്ചോ. അതാ
പറഞ്ഞ വഴിയിലൂടെയുള്ള സമ്പാദ്യം വാഴൂല, അതുകൊണ്ട് നേട്ടമില്ല. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കി കിട്ടുന്ന പണത്തില് ബർക്കത്തുള്ളെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ച് കിട്ടുന്നതിലേ ബർക്കത്ത് ഉണ്ടാകത്തുള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ ഉണ്ടാക്കിയ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചത്, അതാ പണ്ടൊരു കള്ളം പറഞ്ഞു, ഒരു രാത്രി മുറുക്കാൻ അറിയോ? അതിലെ ഒരു കഥ വായിച്ചപ്പോൾ ഒരാള് ഒരു കള്ളനോട് ഇങ്ങനെ മോഷണത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ പറയാ, നിനക്ക് വല്ല കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൂടെടാന്ന് ചോദിച്ചപ്പോൾ കള്ളം പറയാ, നിങ്ങൾക്കറിയോ രാത്രി ഉറക്കം ഒഴിഞ്ഞ് ഒരു വീടിന്റെ ഇരുമ്പ് കമ്പി വളയ്ക്കാന്ന് വെച്ചാൽ എന്ത് കഷ്ടപ്പാടാ. ഓനും കഷ്ടപ്പെട്ടില്ലേ ഉണ്ടാക്കണേ. നമ്മളും കഷ്ടപ്പെട്ട് തന്നെ ഗൾഫിൽ പോയിട്ട് അറബി എത്തിങ്ങാനേലാക്കിയിട്ട് വരും, അത്ര തന്നെ. മുതലാളി നമ്മൾ ക്യാസറാണെന്ന് പറഞ്ഞിരുത്തും, പഠിച്ചവനെ അവന്റെ കച്ചവടത്തിൽ എത്തിങ്ങാനെ ആക്കി മൊത്തവും കൊണ്ടുപോകും. അവൻ പാവപ്പെട്ടവൻ. അതും ഒരു കഷ്ടപ്പാട്. ഇത് അടിച്ചുമാറ്റലെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? ആണോ? എന്ത് കഷ്ടപ്പാടാന്നറിയോ? ചിരിക്കണില്ലേ? അന്യവന്റെ പറമ്പിൽ നിന്ന് തേങ്ങ മൂട്ടിച്ചതും മാങ്ങ മൂട്ടിച്ചതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു അലം. പടച്ചോൻ നമുക്ക് നമ്മുടെ ഭക്ഷണവും നമ്മുടെ സമ്പത്തും അല്ലാഹു ഹലാലാക്കി തരുമാറാകട്ടെ. ഹലാലായത് ഭക്ഷിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി എവിടെന്ന് പറയുന്ന നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനമാ റജുലുൻ യംശി ഫീ ഹുല്ലത്തിൻ തുഅജിബുഹു നഫ്സുഹു മുറജ്ജിലൻ ജുമഅതാ ഇദാ ഖസഫല്ലാഹു ബിഹി فهو يتجلى إلى يوم القيامة. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും കേൾക്കേണ്ട ചരിത്രമാണ്, ഞാനും നിങ്ങളും പഠിക്കേണ്ട ചരിത്രമാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മുത്തുനബി പറഞ്ഞു കൊടുക്കുന്നു, മുമ്പ് കാലത്ത് ഒരാള്, കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് തലയിൽ എണ്ണ തേച്ചു മിനുക്കി വസ്ത്രം ധരിച്ച് അഹങ്കാരത്തോടുകൂടി നടക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഇന്നത്തെ ജനങ്ങളെ കേൾക്കാനാണ്, ഇന്നത്തെ മനുഷ്യരെ കേൾക്കാനാണ്. പ്രവാചകൻ അവിടെന്ന് പറയുന്ന തലയിൽ എണ്ണ തേച്ചിട്ട് നല്ല വസ്ത്രം ധരിച്ചിട്ട് ഭൂമിയുടെ മുകളിലൂടെ ആ മനുഷ്യൻ ഇങ്ങനെ അഹങ്കാരത്തോടുകൂടി നടക്കുകയാണ്. ആ സമയം റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അദ്ദേഹത്തെ ഭൂമിയിലേക്ക് താഴ്ത്തുകയാണ്. അഹങ്കാരിയെ പോലെ എണ്ണ തേച്ച് നല്ല വസ്ത്രം ധരിച്ചിട്ട് നെഞ്ചും വിരിച്ചു ഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ആ മനുഷ്യനെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ലാ തംശീ ഫിൽ അർളി മർഹാ, ഭൂമിയുടെ മുകളിലൂടെ താഴ്മയുള്ളവരെ പോലെ നടക്കണമെന്നാണ്. അത് നല്ലവരുടെ അടയാളമാണ്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ അല്ലാഹുവിന്റെ അടിമകളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഇബാദുർ റഹ്മാൻ. അല്ലാഹു ചില അടിമകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ആ അടിമകൾ ആരെന്നറിയുമോ? ഭൂമിയുടെ മുകളിലൂടെ വളരെ വിനയത്തോടെ താഴ്മയോടുകൂടി നടക്കുന്നവരാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നടക്കാതെ അഹങ്കാരിയെ പോലെ ദുനിയാവിന്റെ ഭൂമിയുടെ മുകളിലൂടെ നടന്നു പോയ ഒരു മനുഷ്യനുണ്ടല്ലോ, അവന്റെ തലയിൽ എണ്ണ തേച്ചിട്ടുണ്ട്, അവൻ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആ മനുഷ്യനെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഈ ലോകത്തുള്ള ശിക്ഷ നടപടികളിൽ ഒന്നാണ് ഭൂമിയിൽ ആഴ്ത്തിക്കളയുക. അല്ലാഹുവിന്റെ ശിക്ഷകളിൽ പെട്ടതാണ് ഭൂമി
ഭൂമി വിഴുങ്ങുക, ഒരു മനുഷ്യനെ ഭൂമി വിഴുങ്ങുക. ഇത് അല്ലാഹുവിന്റെ ശിക്ഷകളിൽ പെട്ടതാണ്. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ഫകുല്ലന അഖദിനാ ബിദൻബി ഫമിൻഹും മൻ അർസല അലൈഹി ഹാസിബാ വമിൻഹും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു മതിമറന്നുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് അഹങ്കാരികളെ പോലെ ധിക്കാരിയെ പോലെ ദുനിയാവിന്റെ ഭൂമിയുടെ മുകളിലൂടെ സർവ്വതും തന്റെ കാൽ കീഴിലാണെന്നുള്ള ചിന്തയുണ്ടല്ലോ. ചിലരൊക്കെ റോഡിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പള്ളിയിൽ വരുമ്പോഴും ചിലരുടെ നടത്തം കണ്ടു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ അധിപൻ അവനാണെന്നുള്ള ചിന്തയാണ്. അവന്റെ വസ്ത്രവും അവന്റെ നടത്തവും അവന്റെ നെഞ്ചുവിരിപ്പും പടച്ചവനെ ഓരോ കാൽച്ചുവടും എടുത്തും നടക്കുന്നത് കണ്ട സർവ്വതും അവന്റെ കാൽ കീഴിലാണെന്നുള്ള ചിന്തയാ. എങ്കിലങ്ങനെ നടക്കുന്ന മനുഷ്യ അല്ലാഹു കൊടുക്കുന്ന ഒരു ശിക്ഷയുണ്ടടാ. അല്ലാഹു കൊടുക്കുന്ന ഒരു ശിക്ഷയാണ്. ഇതുപോലെ നടന്ന ഒരു മനുഷ്യനെയാണ് ഭൂമി അങ്ങ് വിഴുങ്ങിക്കളഞ്ഞത്, ഭൂമിയിൽ അല്ലാഹു താഴ്ത്തിക്കളഞ്ഞത് എന്ന് മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ ഇങ്ങനെ നടക്കുന്ന മനുഷ്യ നീ വല്ലാതെ പേടിക്കണം, നീ വല്ലാതെ സൂക്ഷിക്കണം. അഹങ്കാരം അല്ലാഹു ഇഷ്ടപ്പെടുന്നതല്ല. അഹങ്കാരികളെ അല്ലാഹുവിന് ഇഷ്ടമല്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ പണമുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്നവർ ഞാനാണ് ഏറ്റവും വലിയ പണക്കാരൻ, കോടികളുടെ ആസ്തികരിക്കണ്ടടാ. എടാ ഈ നാട് മുഴുവനും വാങ്ങാറുള്ള പണം എന്റെ കയ്യിലുണ്ടടാ. പായിപ്പാടിലെ ഏറ്റവും വലിയ സമ്പന്നം ഞാനാട്, ഏറ്റവും വലിയ കൊട്ടാരം എന്റെതാണ്, ഏറ്റവും വിലപിടിപ്പുള്ള വാഹനം എടുക്കുന്നത് എന്റെ വീടിന്റെ മുറ്റത്താണ്. ഈ നാട് മുഴുവനും വാങ്ങാൻ എനിക്ക് പണമുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യ, അങ്ങനെ നടക്കുന്നവരുണ്ടല്ലോ. പടച്ചവനെ പണത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവർ. ഈ അഹങ്കാരം എന്തിനാടാ? പടച്ചവനെ നാട്ടുകാര് കാണുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ എന്നിട്ട് ഇങ്ങനെ നടക്കുന്നവനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയോ? ഒന്നുമല്ലടാ, ലോകത്തൊരു സമ്പന്നനുണ്ടായിരുന്നു, അതിനെക്കാളും വലിയ പണക്കാരൻ. അവന്റെ കാൽച്ചുവട്ടിൽ കെട്ടാ നിനക്കൊന്നും പണമില്ലടാ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ പണം എടുത്തു നോക്ക്. അവനാണ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഞാനാണെന്ന്. ഒന്നാം സ്ഥാനത്ത് ഞാനാണെന്ന് പറയുന്ന പണക്കാരനുണ്ടല്ലോ, അവനൊന്നുമല്ല പണക്കാരൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹു പണക്കാരനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഒരു പണക്കാരൻ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഖാറൂൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നു. അവന്റെയൊക്കെ സമ്പത്തിന്റെ 1/4 പോലും ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരന്റെ കയ്യിലുണ്ടാകില്ല. അങ്ങനെ പണത്തിന്റെ പേരിൽ അഹങ്കരിച്ച് നടന്ന ഒരുത്തര് അല്ലാഹു കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ? ഫഖസഫിനാ ബിഹി വബിദാരിഹിൽ അർളാ ഫമാ കാന ലഹു മിൻ ഫിഅതി യൻസുറൂർ. മൂസാ നബി അവനെ കാണുമ്പോ പറയുമായിരുന്നു, ഖാറൂനേ, ഈ പണമൊക്കെ നീ ഉണ്ടാക്കിയത് കുറച്ചൊക്കെ പാപങ്ങൾക്ക് കൊടുക്കടാ. നീ പാപങ്ങളെ സഹായിക്ക്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്ക്. ആ സമയത്ത് മൂസാ നബിയോട് ഖാറൂൻ പറഞ്ഞു, മൂസാ, ഇതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. മൂസാ നബിക്ക് ഖാറൂനിനെ പരിചയമുണ്ടായിരുന്നു. മൂസാ നബി എപ്പോഴും ഖാറൂനിനോട് പറയും, എടാ ഇത്രയും പണം അല്ലാഹു നിനക്ക് നൽകിയല്ലോ, പാപങ്ങൾക്ക് കൊടുത്തുകൂടെ, യതീമീങ്ങൾക്ക് കൊടുത്തുകൂടെ? പടച്ചവനെ കൊടുക്കാറില്ലല്ലോ. എത്ര കോടി കയ്യിലുണ്ടെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, യതീമീങ്ങൾക്ക് വേണ്ടി, പള്ളികൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞ് കൊടുക്കാൻ മനസ്സില്ലാത്ത കോടീശ്വരന്മാരെ, ഞാനാണ് പണക്കാരൻ എന്ന് പറഞ്ഞ് നെളിഞ്ഞ് നടക്കുന്നവര് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഫഖസഫിനാ ബിഹി വബിദാരിഹിൽ അർളാ
ആ സമ്പന്നനായ കാറൂനിനെയും അവന്റെ സർവ്വസമ്പാദ്യത്തിനെയും ഭൂമി വിഴുങ്ങിക്കളഞ്ഞെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പണത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവരുണ്ട്. ഏറ്റവും വലിയ സമ്പാദ്യം എനിക്കുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്നവൻ. ആ കാറൂനിന്റെ പൈസ ഉണ്ടല്ലോ, അവന്റെ ചരിത്രം പറയുന്നത് ആ കാറൂനിന്റെ പൈസ വെച്ചിരിക്കുന്ന ലോക്കറിന്റെ താക്കോല് ചുമക്കാൻ തന്നെ എത്രയോ ഒട്ടകങ്ങൾ വേണമായിരുന്നു എന്നാ. അവന്റെ ലോക്കറിന്റെ താക്കോല് ചുമക്കാൻ തന്നെ എത്രയോ ഒട്ടകങ്ങൾ, 40ഓളം എന്നൊക്കെ പറയാ. 40 എത്രയോ ഒട്ടകങ്ങൾക്ക് ചുമക്കാനുണ്ട് അവന്റെ താക്കോല് മാത്രം. അപ്പൊ അവന്റെ സമ്പാദ്യത്തിലായിരിക്കും. എന്നിട്ടാണ് അവന്റെ രോമത്തിന്റെ വിലയില്ലാത്തവരൊക്കെ ഇന്ന് പണത്തിന്റെ വില നെളിഞ്ഞിന്റെ അടക്ക.